നമസ്കാരം, ഏവർക്കും കോട്ടയം മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 1974 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് ഈ ദിനം കൊണ്ടാടുവാൻ തീരുമാനമായത്. എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ചുള്ള പഠനവും അതിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ മോചിതനാകാം ചിന്തകളും പുതിയ കർമ്മ പദ്ധതികളും ഈ ദിനത്തിൽ പ്രാവർത്തികമാക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും മറ്റു സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ ജൂൺ 5 നടുന്നത് ഒരു പതിവാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഓർത്തഡോക്സ് സഭ നിരടം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പരുമലപ്പള്ളി അങ്കണത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഞങ്ങളുടെ പ്രതിനിധി വേണു നൽകുന്ന റിപ്പോർട്ട്. ലോക പരിസ്ഥിതി ദിനത്തിൽ ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസന പരിസ്ഥിതി കമ്മീഷന്റെ നേതൃത്വത്തിൽ പരുമലപ്പള്ളി അങ്കണത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ സുന്നഹദോസ് സെക്രട്ടറിയും പരിസ്ഥിതി കമ്മീഷൻ പ്രസിഡന്റുമായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ ഷിബിൻ തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുമൻ, പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് എലിയാസ് എന്നിവർ ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു. ദേവസ്വം ബോർഡ് സ്കൂളിൽ PTA സഹകരണത്തോടുകൂടി സ്കൂൾ മുറ്റത്ത് ചെടിച്ചട്ടികളിൽ വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു. കോട്ടയം ജില്ലാതലത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം മന്ത്രി VN വാസവൻ കോട്ടയത്ത് നിർവഹിച്ചു. ദേവലോകം മാർ ബസേലിയോസ് പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിരവധി കുട്ടികളും അധ്യാപകരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പങ്കുചേർന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും പുതിയ വാർത്തകളുമായി വരും ദിനം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.